ഒരു കുരങ്ങ വണ്ടിക്കകത്തുണ്ട്. എന്തോന്ന് കേട്ടില്ല. മിണ്ടത്തില്ല, ലേസ് വാങ്ങിച്ചു തന്നില്ല. ലേസ് വാങ്ങിച്ചു തരാത്തോണ്ട് മിണ്ടത്തില്ലയോ? അവിടെ വന്നിട്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും ഞാൻ ആദ്യമായിട്ടാ വരുന്നത് ഇപ്പൊ. ഹലോ ഹായ്, നമ്മൾ ഇന്ന് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴേ നമ്മൾ ചുമ്മാ ഈ കുട്ടീസിനെയും പറക്കിയെടുത്തോണ്ട് പുറത്തിറങ്ങിയത്. അതാണ് ഈ ബാക്കിരിക്കുന്ന കുരുപ്പണ്ണല്ലോ, ഇതൊരു ഒന്നൊന്നര സാധനമാണ്. എവിടെ പോവാ? ബീച്ചിലോ? ഏത് ബീച്ചിലാ പോന്നെ? എടത്തറമുക്കിലെ ബീച്ചില് പോവാ കേട്ടോ. പാലും വെള്ളം കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? ചായക്ക് ടേസ്റ്റ് ഉണ്ടോ? എന്ത് ദിവസാ കുടിക്കുന്നത്? പാൽ. നമുക്ക് റോഡ് സൈഡ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശനമില്ല. ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ തെമ്മല ഡാമിൻ്റെ നല്ലൊരു വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നോർമലി ഈ വ്യൂ പോയിന്റിൽ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് എപ്പോഴും ഒന്നും ഇവിടെ ഒഴിഞ്ഞ് കാണില്ല, ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും ഒരു വ്യൂ പോയിന്റ്. പക്ഷെ നമ്മളിപ്പോൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സാവധാനത്തിൽ നിന്നെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവായിരുന്നു. പക്ഷേ എന്നാലും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഫോഴ്സിൽ വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്നും തെമ്മല ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാം. അതുകൂടാതെ നമ്മളിവിടുന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാലും നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടും. പക്ഷേ ഇങ്ങനെ കാണുന്ന ഒരു എൻ്റർ വ്യൂ അല്ല. ഈ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാം കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. നമ്മുടെ തെമ്മല ഡാമിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ കല്ലട പരപ്പാർ അണക്കെട്ടെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ തെമ്മലയിലുള്ളത്. കല്ലടയാറ്റിലാണ് നമ്മുടെ ഈ തെമ്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 13.28 കോടി രൂപ ബഡ്ജറ്റിൽ 1961 ഈ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചത്. 1986 ഇത് പൂർത്തീകരിച്ചത്. ഈ ഡാമിന് ഏകദേശം ഒരു 85.35 മീറ്റർ ഉയരവും 335 മീറ്റർ നീളമാണുള്ളത്. മൊത്തത്തിൽ 3 സ്പിൽവേകളാണ് ഈ തെമ്മല ഡാമിനുള്ളത്. നമ്മുടെ ഈ തെമ്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ തെമ്മല ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലാണുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഹലോ ഗായ്, ഒരു ഹലോ പറയൂ. ഇങ്ങോട്ട് നോക്കി പറ. നമ്മളിപ്പോ എവിടെ ഉള്ളേ? ബീച്ചാ? ഇതാ ബീച്ചാണിത്. ഏത് ബീച്ചാ? എടത്തറമുക്ക് ബീച്ച്. ബീച്ച് എങ്ങനെയുണ്ട്? കൊള്ളോ? നല്ല രസമുണ്ടോ? ആരാ കൊണ്ടുവന്ന ബീച്ചില്? നമ്മൾ മുമ്പ് കണ്ട വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചും കൂടി ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ പറ്റത്തില്ല. ഒരു കുറച്ച് ദൂരം വരെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്നു പോകേണ്ടി വരും. ഇത് കൂടാതെയാണ് നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നാലും നമുക്ക് ഈ ഒരു ഡാമിൻ്റെ അടുത്ത് എത്താൻ പറ്റും. ഇവിടം വരെ മാത്രമേ നമ്മുടെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് നടക്കേണ്ടി വരും. നമ്മളിപ്പോൾ വന്ന സമയത്ത് ഇവിടെ റോഡൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. 2 ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. തൊട്ടടുത്തായിട്ട് ചെറിയൊരു പൈപ്പൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വീഴുന്നതായിരിക്കും, എന്തോ അറിയില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെഹിക്കിൾ പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളത്. സോ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഗേറ്റ് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോകേണ്ടത്. ഈ റോഡ് എപ്പോഴും ഇങ്ങനെയാണോ അതോ റീസെൻ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ല.
റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങൾ തോട്ടുപുള്ളി കണ്ടു ഗൈസ്. എന്തോ പറ്റി? എന്തോന്ന് കേട്ടില്ല. മിണ്ടത്തില്ല, ലേസ് വാങ്ങിച്ചു തന്നില്ല. ലേസ് വാങ്ങിച്ചു തരാത്തോണ്ട് മിണ്ടത്തില്ലയോ? നീ ആള് കൊള്ളാലോ. അപ്പൊ നമ്മുടെ ഇതിന് മിണ്ടത്തില്ല ലേസ് വാങ്ങിച്ചു തരുന്നിടം വരെ ആണോ? അപ്പൊ ഇനി സൈലന്റ് ആയിട്ട് നടക്കത്തോളൂ. ലേസ് മേടിക്കണം. എവിടാ അതിന് ലേസ്? അപ്പുറത്തെ കടയുണ്ട്. ഏത് കടയില്? നമ്മൾ ആദ്യം മേളിലോട്ട് സ്റ്റെപ്പ് കയറി ആ കടയുണ്ട്. ആ കടയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളിപ്പോ വേറൊരു സ്ഥലത്താണ്ട്. വണ്ടി പോലും വരാത്ത വേറെ ഒരു കടയിന് മാറിയിക്ക്. വണ്ടി വരുന്നു, ഇങ്ങോട്ട് മാറിയിക്ക്. വേറെ ഒരു കടയിന് പറഞ്ഞിട്ട് അവിടെ അനങ്ങിയില്ല. ബാ, ലേസ് വാങ്ങിച്ചു തരാം. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോട്ടെ, നമുക്ക് ലേസ് വാങ്ങിക്കാം. നടക്ക്. ഇപ്പൊ എവിടെ പോവാ? ഇപ്പൊ എവിടെ പോവാ? എവിടെ പോവാന്ന് മറുപടി ഒന്നും ഇല്ല. എനിക്ക് അങ്കിളിന് പിടിച്ചു കൊടുക്കാൻ പോട്ടോ. അവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല. ആ കുരിപ്പ് അങ്ങ് ഓടി പോവാ. വെച്ചതാ വാങ്ങിച്ചു തരാത്തോണ്ട് ഇയാളിങ്ങനെ ഓടി നടന്നിരിക്കുന്നത് ശരിയാണേ. ബാ, വേറെ കട കാണുമ്പോ വാങ്ങിച്ചു തരാം. ഇവിടെ കടയൊന്നും ഇല്ലാത്തോണ്ടല്ലേ. കട കണ്ടുപിടിക്കാവോ? എവിടെ ലേസിന്റെ കട വല്ലതും കണ്ടായിരുന്നോ? എവിടാ കണ്ടേ? ഗ്രീൻ സാധനം കണ്ടപ്പുറത്ത് കട ഉണ്ടായിരുന്നു. ഇവിടെ അപ്പൊ ഇത് അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി വരും? പക്ഷെ നമ്മള് കണ്ടില്ലല്ലോ. പിന്നെന്തിനാ ഇതുവഴി കറങ്ങി വന്നേ? അപ്പൊ നമ്മൾ ഇത്ര നടന്നില്ലേ? എനിക്ക് ആ സ്റ്റെപ്പ് വഴി കയറിപ്പോ പിന്നെ ലൈസ് വാങ്ങിച്ചോണ്ട് വരുവോ? ആ സ്റ്റെപ്പ് മേലെ കയറിപ്പോ മുമ്പ് കണ്ട കടയിൽ ലൈസ് വാങ്ങിക്കാൻ പോവാന്നോ? പൈസ ഉണ്ടോ കയ്യില്? എനിക്ക് പൈസ ഉണ്ടോ കയ്യില്? ഇല്ല. ആ പിന്നെ എവിടെ പോവാ? പക്ഷെ എനിക്ക് ലേസ് വേണം. ലേസ് ഒക്കെ വാങ്ങിച്ചു തരാം. നീ മാലന്നൊക്കെ വിട്, മാല പൊട്ടിക്കാതെ. ബാ, ഭയങ്കര പ്രശ്നമാ. നീ താഴെ ഇറങ്ങി വന്നപ്പോ നല്ല രസമുണ്ടല്ലേ കാണാന്? വെള്ളമൊക്കെ വീഴുന്നേ. സോണ താഴെ വെള്ളം വീഴുന്നുണ്ടോ? നിനക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. കൊച്ചടുത്ത് പറ ഒന്ന് എടുത്ത് കാണിക്കാൻ. ഇവിടെ ഒന്ന് എടുത്ത് കാണിക്കാം, അവർക്ക് കാണുന്നില്ല. കണ്ടോ? നല്ല ഫോഴ്സിലാ വെള്ളം വീഴുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഇത് വെള്ളം കുറവാന്ന് തോന്നുന്നല്ലേ. ചൂട് സമയം ആയതുകൊണ്ട് വെള്ളം കുറവാന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ടായി. വെള്ളം ഇങ്ങനെ വന്ന് അടിച്ചടിച്ച് വീഴുന്നതിന്റെ ഭയങ്കര സൗണ്ടാ. ഭയങ്കര വെയില്, ഹെവി വെയിൽ, ഭയങ്കര വെയില്. ഞാൻ ഒത്തിരിയും പെട്ടിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി അങ്ങനെ റയറായിട്ടേ വന്നിട്ടുള്ളൂ. പക്ഷെ മേളിൽ വന്നിട്ടുണ്ട്. മേളിൽ എപ്പോഴും തിരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അതൊരു നല്ലൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ അങ്ങനെ ആൾക്കാർ റയറായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. പിന്നെ കുറച്ച് നടക്കാനും ഉണ്ട്. 2-3 വട്ടം വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ടൊന്നും ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഇപ്പം കൊള്ളാം. ശരി, വെയില് കൂടുതലായി പോയി. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ വന്നേക്കുന്നേ. ഇതിപ്പോ എത്ര മണി? 5 മണി ആയിട്ടുണ്ട്. എന്നാലും ഭയങ്കര വെയില ദിവസമായിരുന്നു.
കൊച്ചാടയിലുണ്ട് സാടെ. ആ ലേസ് കിട്ടി, കുട്ടിക്ക് ലേസ് കിട്ടി. ഹാപ്പി ഹാപ്പി ഹാപ്പി. ആ ആ നമ്മുടെ വെഡിങ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ഫുള്ള് കാടാണ്. അതുകൊണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആയല്ലോ, പിന്നെ ലൈറ്റൊക്കെ പോയി. ഒരു കുരങ്ങൻ വണ്ടിക്കകത്തുണ്ട്. കുരങ്ങെന്ന് പറയാം. ഇവിടെ ഇവിടെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത കുരങ്ങ് കാരണം. എന്താ കുരങ്ങൻ എന്താ കാണുന്നത്? ഞങ്ങളുടെ കൈ പായുണ്ട്. പായം ഞങ്ങൾ അവർക്ക് കൊടുത്ത അവർ അതൊന്നാ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഗൈസ്. ഫുള്ള് തള്ള സ്റ്റോറിയാണ് ഗായ്സ്. നമ്മളിപ്പോ ഉള്ളത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, നമ്മുടെ ഈ തെമ്മലയിലുള്ള ഒരു എനിക്ക് ബബിൾ വേണം. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസിങ് ഫൗണ്ടൈൻ. ഈ സായ വണ്ടി നിറക്കി വിട്. നമ്മൾ തിരിച്ചു വന്ന വഴിയിൽ നമ്മൾ പുനലൂർ തൂക്കുപാലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേന് പാലം ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാനായിരിക്കും. ഒരു ഷവർമ, സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് ആണോ? അതിൽ ഒരു ചിക്കൻ സാൻഡ്വിച്ച്, ഒരു ഷവർമ, ഒരു ഷവർമ. ഈ മീറ്റ് മാത്രം മതി കേട്ടോ, ഫുൾ മീറ്റ് മാത്രമുള്ള ഷവർമ, മറ്റേ ക്യാബേജ് ഇല്ലാതെ. അപ്പം നമ്മുടെ ചെറിയൊരു ഔട്ടിംഗ് വിശേഷമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.